ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇതുപോലൊരു ട്രൗസർ എങ്ങനെയാണ് ഒരു പഴയ ടീഷർട്ട് വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മീഡിയം സൈസുള്ള ടീഷർട്ടാണ്. അപ്പോൾ നമ്മളതിനെ രണ്ടായിട്ടൊന്ന് ആദ്യം മടക്കി വെക്കണം. ഞാൻ നീളത്തിൽ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ടീഷർട്ടിൻ്റെ മുകൾ ഭാഗം താഴേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിലായിട്ട് എലാസ്റ്റിക് ഇടണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏറ്റവും മുകളിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 12 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാനായിട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 13.5 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ 12 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ആ 12 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈൻ കണ്ടോ, ആ ലൈനിൽ നമ്മളൊരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യണം. നമ്മുടെ ആ ഒരു ട്രൗസറിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തത്. ഈ ഒരു ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം മാർക്ക് ചെയ്തേക്കണത് ഫസ്റ്റ് ലൈനിലാണ്. അതിന് ശേഷം ആ ലൈൻ നേരെ താഴേക്ക് ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. നമ്മൾ കട്ട് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ, അതുകൊണ്ട് താഴേക്കും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക. ഇനി നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിങ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ട്രൗസറാണ് കേട്ടോ. കുറേ നാൾ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബനിയൻ തുണിയൊന്നും ആകുമ്പോൾ പെട്ടെന്ന് പോകത്തില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, കാലിൻ്റെ ഓപ്പണിങ് വരുന്ന ആ ഭാഗം ഒന്ന് മടക്കി അടിക്കുക. മടക്കി അടിക്കുമ്പോൾ നമ്മളൊരു 1 ഇഞ്ച് വീതിയിലൊക്കെ മടക്കി അടിക്കണം കേട്ടോ. അതിന് ശേഷം സെൻറ്റർ അടിക്കാം. എന്നിട്ട് ഏറ്റവും മുകളിൽ എലാസ്റ്റിക് ഇടാനായിട്ട് നമ്മൾ മടക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു 4 ഇഞ്ച് മടക്കി വെച്ചതിന് ശേഷം ഒരു 1 ഇഞ്ച് വിഡ്ത്തിലാണ് മടക്കി വയ്ക്കുന്നത്. സാധാരണ നമ്മുടെ ട്രൗസറിൻ്റെയൊക്കെ താഴ്ഭാഗം നല്ല വീതിയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം 4 ഇഞ്ച് മടക്കി, പിന്നീട് 1 ഇഞ്ച് മടക്കിയതിന് ശേഷം ഫുള്ളായിട്ട് നമ്മൾ 2 കാലിൻ്റെ ഓപ്പണിങ്ങും തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിതൊന്ന് തയ്ച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം കണ്ടോ, ആ ഒരു വി ഷേപ്പിൽ വരുന്ന ഭാഗം, ആ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് വിഡ്ത്തിൽ തയ്യൽ തുമ്പിട്ടിട്ട് തയ്ച്ചെടുക്കുക. ഒരു 2 സ്റ്റിച്ചൊക്കെ കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കുട്ടികൾ ഓടുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കീറിപ്പോവും. അപ്പോൾ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എലാസ്റ്റിക് ഇടാനുള്ള ഒരു ഭാഗം മുകളിൽ തയ്ച്ചെടുക്കാം. അത് പടി മടക്കി അടിച്ചേക്കണ കൊണ്ട് നമുക്ക് വേറെ മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളതൊന്ന് മടക്കിയെടുത്ത് വയ്ക്കുക. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരവണ്ണത്തേക്കാൾ ഒരു 4 ഇഞ്ച് കുറച്ച് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൗസർ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.